എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ജനുവരി 2, 1937. ഈശോയുടെ തിരുനാമം. ഓ കർത്താവേ, അവിടുത്തെ നാമം എത്രയോ ഉന്നതമാണ്. എൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണത്. എൻ്റെ ശക്തിയെല്ലാം ക്ഷയിച്ച് ആത്മാവിനെ ഇരുട്ടാവരണം ചെയ്യുമ്പോൾ അങ്ങയുടെ തിരുനാമമാകുന്ന സൂര്യകിരണമായിരിക്കും എനിക്ക് ചുറ്റും പ്രകാശം പകരുന്നത്. ഈ പ്രകാശത്തിൻ്റെ ശക്തിയാൽ ആത്മാവ് കൂടുതൽ മനോഹരവും പ്രശോഭിതവുമായിത്തീരുന്നു. അങ്ങയുടെ തിരുനാമത്തിൽ നിന്നാണ് അത് ഓജസ് സ്വീകരിക്കുന്നത്. അങ്ങയുടെ മാധുര്യപൂർണമായ തിരുനാമ ശ്രവണത്താൽ എൻ്റെ ഹൃദയസ്പന്ദനം ശക്തിമത്തായിത്തീരുന്നു. ചില സന്ദർഭങ്ങളിൽ ഈശോയുടെ തിരുനാമം ശ്രവിക്കുമ്പോൾ എൻ്റെ ആത്മാവ് മോഹാലസ്യപ്പെടുകയും എൻ്റെ അരൂപി അങ്ങയിലേക്ക് കുതിച്ചു പായുകയും ചെയ്യുന്നു. ഇന്ന് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. ഇന്നാണ് ഛായാചിത്രം വരയ്ക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കായി എൻ്റെ ആദ്യത്തെ സന്ദർശനം നടത്തിയത്. കാലങ്ങളായി അറിയപ്പെടുന്നതാണെങ്കിലും ദൈവകാരുണ്യക്ക് ആദ്യമായി അവിടുന്ന് ആവശ്യപ്പെടുന്ന വിധത്തിൽ തന്നെ പരസ്യ വണക്കം ലഭിച്ചത് ഇന്നേ ദിവസമാണ്. ഈശോയുടെ മാധുര്യമുള്ള തിരുനാമത്തിൻ്റെ ഈ ദിവസം എനിക്ക് ലഭിച്ച വളരെയേറെ പ്രത്യേക വരപ്രസാദങ്ങളെക്കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തുന്നു. ജനുവരി 3. ഈ ആശുപത്രി നടത്തുന്ന സന്യാസിനി സഭയുടെ മദർ സുപ്പീരിയറും ഒരു സഹോദരിയും എന്നെ സന്ദർശിച്ചു. ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ദീർഘസമയം സംഭാഷണം നടത്തി. മദറിൽ വളരെ ഉന്നതമായ താപസികത കാണുവാൻ എനിക്ക് സാധിച്ചു. ഞങ്ങളുടെ സംഭാഷണം ദൈവത്തിന് പ്രീതിജനകമായിരുന്നു. ഇന്നൊരു പെൺകുട്ടി എന്നെ സന്ദർശിക്കുവാൻ വന്നു. അവൾ വളരെയധികം സഹിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ശരീരത്തേക്കാൾ കൂടുതലായി അവളുടെ ആത്മാവ് രോഗഗ്രസ്തമായിരുന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. എന്നാൽ എൻ്റെ സാന്ത്വന വചസ്സുകൾ മാത്രം അവൾക്ക് മതിയാകുമായിരുന്നില്ല. അവളൊരു പാവപ്പെട്ട അനാഥയായിരുന്നു. അവളുടെ ആത്മാവ് വേദനയുടെയും ക്ലേശത്തിൻ്റെയും നീർക്കയത്തിലായിരുന്നു. അവൾ അവളുടെ ആത്മസ്ഥിതി എനിക്ക് വെളിപ്പെടുത്തി. എല്ലാ കാര്യങ്ങളും അവൾ എന്നോട് പറഞ്ഞു. ഇക്കാര്യത്തിൽ വെറുതെ സാന്ത്വന വചസ്സുകൾ മാത്രം പോരാ എന്നെനിക്ക് തോന്നി. ഞാൻ ആ ആത്മാവിനു വേണ്ടി വളരെ തീക്ഷ്ണമായി മാധ്യസ്ഥം വഹിച്ചു. എൻ്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ ദൈവത്തിന് അർപ്പിച്ചു. അവയെല്ലാം എന്നിൽ നിന്നെടുത്ത് അവൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചു. അവൾ ആശ്വസിപ്പിക്കപ്പെട്ടു എന്നത് മാത്രമായിരുന്നു എൻ്റെ ആശ്വാസം. മാസാദ്യ ഞായറാഴ്ചത്തെ ആരാധനയുടെ സമയത്ത് ദൈവകരുണയുടെ ഭക്തി പ്രചരിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണമെന്ന് ഒരു തിടുക്കം എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, ഈശോയെ, എന്നെ തിടുക്കപ്പെടുത്താതെ, മറിച്ച് അങ്ങയുടെ പ്രവൃത്തികൾക്ക് താമസം വരുത്തുമെന്ന് അങ്ങ് കാണുന്നവർക്ക് ഈ ദൈവിക പ്രചോദനം നൽകണമേ. അപ്പോൾ ഈ വാക്കുകൾ ഞാൻ ശ്രവിച്ചു. എൻ്റെ മകളെ, സമാധാനമായിരിക്കുക, ഇനി അധികം താമസമില്ല. സായാഹ്ന പ്രാർത്ഥനയുടെ സമയത്ത് ഈ വാക്കുകൾ ഞാൻ ശ്രവിച്ചു. എൻ്റെ മകളെ, നിൻ്റെ ഹൃദയത്തിൽ വിശ്രമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്ന് പല ആത്മാക്കളും അവരുടെ ഹൃദയത്തിൽ നിന്ന് എന്നെ പുറന്തള്ളിക്കളഞ്ഞിരിക്കുന്നു. മരണതുല്യമായ വേദന ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ സ്നേഹം 1000 മടങ്ങ് വർദ്ധിപ്പിച്ച് കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശ്വസിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. എൻ്റെ അന്തരാത്മാവിൽ പാപത്തോട് വലിയൊരു അറപ്പ് എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിത സാക്ഷാത്കാരമായ അങ്ങിൽ വിലയം പ്രാപിക്കാനുള്ള ആഗ്രഹത്താൽ ഈ ലോകത്തിൽ എൻ്റെ ഹൃദയം എപ്പോഴും ദുഃഖത്തിൽ മുങ്ങിപ്പോകുന്നു. ഓ എൻ്റെ ഈശോയെ, ഈ ലോക ജീവിതത്തിൽ കടുത്ത ഏകാന്തത എൻ്റെ ആത്മാവ് അനുഭവിക്കുന്നു. എൻ്റെ ഹൃദയത്തിനോ ആത്മാവിനോ പോഷണം നൽകുവാൻ ഈ ലോകത്തിൽ ഒന്നിനും സാധിക്കുകയില്ല. ഓ നാഥ, അങ്ങേയ്ക്കായുള്ള അഭിലാഷത്താൽ ഞാൻ മരിക്കുകയാണ്. എൻ്റെ സൃഷ്ടാവായ നിത്യസനാതന ദൈവമേ, അങ്ങ് ഈ ലോകത്തിൽ എനിക്കായി ദിവ്യകാരുണ്യം നൽകിയിട്ട് പോയി. എന്നാൽ എൻ്റെ ദൈവമേ, അത് എൻ്റെ ആത്മാവിൽ അങ്ങേയ്ക്കായുള്ള ആഗ്രഹത്തെ കൂടുതൽ കത്തിജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയെ, ഞാൻ അങ്ങിൽ വിലയം പ്രാപിക്കാൻ അതിയായി കൊതിക്കുന്നു. അങ്ങേ പ്രിയപ്പെട്ടവളുടെ ഹൃദയ നെടുവീർപ്പുകൾ അങ്ങ് ശ്രവിക്കണമേ. ഓ, അങ്ങയോട് ഐക്യപ്പെടുവാൻ സാധിക്കാതെ ഞാൻ എത്രമാത്രം വേദനിക്കുന്നു. എന്നാൽ എൻ്റെ ദൈവമേ, അവിടുത്തെ ഇഷ്ടം മാത്രം നിറവേറട്ടെ. ജനുവരി 5, 1937. ഇന്ന് സായാഹ്നത്തിൽ ഒരു കാര്യത്തിനായി പ്രാർത്ഥന വളരെയധികം ആവശ്യമുള്ള ഒരു വൈദികനെ, മിക്കവാറും ഫാദർ സൊപ്പോച്കോ, ഞാൻ കണ്ടു. ആ വിഷയം എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നതിനാൽ ഞാൻ വളരെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഈശോയെ, ഈ കാരുണ്യത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഓ ഈശോയെ, കരുണയായിരിക്കണമേ. സർവ്വലോകത്തെയും ആലിംഗനം ചെയ്യണമേ. എന്നെ അങ്ങേ മാറോടണയ്ക്കണമേ. ഓ കർത്താവെ, അങ്ങയുടെ ആഴമളക്കാനാവാത്ത കരുണക്കടലിൽ എൻ്റെ ആത്മാവ് അഭയം കണ്ടെത്തട്ടെ.
ജനുവരി 6, 1937. ഇന്ന് വിശുദ്ധ കുർബാനയുടെ സമയത്ത് ദൈവത്തിൻ്റെ അനന്ത മഹിമയിൽ ഞാൻ പൂർണ്ണമായും അലിഞ്ഞു ചേർന്നു. ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത എൻ്റെ ആത്മാവിലേക്ക് നിറഞ്ഞൊഴുകി. എനിക്ക് വേണ്ടി ദൈവം എത്രമാത്രം താഴ്ന്നിറങ്ങുന്നുവെന്ന് ആ നിമിഷം ഞാൻ വ്യക്തമായി മനസ്സിലാക്കി. രാജാതിരാജനായ അങ്ങയുടെ മുൻപിൽ ഞാൻ എന്താണ്? ഈ നികൃഷ്ടയായ എന്നോട് അവിടുന്ന് ഐക്യപ്പെടുന്നു. ഈ ദിവസം മുഴുവനും ഈ കൃപാവരത്തിൻ്റെ ആശ്ചര്യം എന്നിൽ നിറഞ്ഞു നിന്നു. ദൈവം എനിക്ക് അനുവദിക്കുന്ന ഈ സ്നേഹൈക്യത്തിൽ നിന്ന് ഫലമുളവാക്കുവാനായി അവിടുത്തെ മുമ്പിൽ ലോകം മുഴുവനും വേണ്ടി ഞാൻ മാധ്യസ്ഥം വഹിച്ചു. അങ്ങനെയുള്ള നിമിഷങ്ങളിൽ ലോകം മുഴുവനും എന്നെ ആശ്രയിച്ച് നിൽക്കുന്നതായി എനിക്ക് അനുഭവപ്പെടാറുണ്ട്. എൻ്റെ ദിവ്യനാഥ, എൻ്റെ ഹൃദയം ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഞാൻ എപ്പോഴും മറ്റുള്ളവർക്ക് ആശ്വാസവും സഹായവും എല്ലാ തരത്തിലുള്ള സുഖസൗകര്യങ്ങളും പ്രദാനം ചെയ്യുവാൻ പരിശ്രമിക്കും. എൻ്റെ ഹൃദയം എപ്പോഴും മറ്റുള്ളവരുടെ സഹനങ്ങളിലേക്ക് തുറക്കപ്പെട്ടതായിരിക്കും. എല്ലാവരും പരിഹസിച്ച് എന്നെ ചവറ്റുകുട്ട എന്ന് കളിയാക്കി വിളിച്ചാലും ഒരിക്കലും അവരുടെ സഹനങ്ങളുടെ മുമ്പിൽ എൻ്റെ ഹൃദയം ഞാൻ അടയ്ക്കുകയില്ല. എന്തെന്നാൽ എല്ലാവരുടെയും വേദനകൾ കുടഞ്ഞിടുന്നത് എൻ്റെ ഹൃദയത്തിലാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. അതിനു പകരമായി എനിക്ക് ഈശോയുടെ തിരുഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചു എന്നതാണ് എൻ്റെ മറുപടി. സ്നേഹത്തിൻ്റെ നിയമം പൂർത്തീകരിക്കാനായി പരിഹാസമേൽക്കേണ്ടി വന്നാലും എൻ്റെ ഹൃദയവാതിൽ സങ്കോചിക്കുകയില്ല. ഇക്കാര്യത്തിൽ എൻ്റെ ആത്മാവ് വളരെ സൂക്ഷ്മത പുലർത്തിയിരുന്നു. എൻ്റെ സഹോദര സ്നേഹത്തിൻ്റെ പ്രചോദന ശക്തി ഈശോ മാത്രമായിരുന്നു. ജനുവരി 7, തിരുമണിക്കൂർ സമയത്ത് ഈശോ തൻ്റെ പീഡാനുഭവം അല്പമൊന്ന് രുചിച്ചു നോക്കുവാൻ എന്നെ അനുവദിച്ചു. ഈശോയുടെ ആത്മാവിൽ നിറഞ്ഞു കവിയുന്ന സഹനത്തിൻ്റെ കയ്പ് ഞാനുമായി പങ്കുവച്ചു. വേദനയുടെയും മന്ദതയുടെയും പ്രലോഭനങ്ങളുടെയും നടുവിലും ഒരാത്മാവ് പ്രാർത്ഥനയിൽ വിശ്വസ്തത പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈശോ എന്നെ ഗ്രഹിപ്പിച്ചു. എന്തെന്നാൽ അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ സമയത്താണ് ദൈവീക പദ്ധതികൾ വെളിപ്പെടുത്തി കിട്ടുന്നത്. അങ്ങനെ പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ ദൈവം നമ്മിലൂടെയും നമ്മിലും പൂർത്തിയാക്കുവാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തതയും ലഭിക്കുകയില്ല. എല്ലാ ആത്മാക്കളും ഈ വാക്കുകൾ ഓർത്തിരിക്കട്ടെ. അവൻ അസ്വസ്ഥനായി ദീർഘനേരം പ്രാർത്ഥിച്ചു. അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയങ്ങളിലും ഇടവേളകളിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി സമയം ദീർഘമായി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ജനുവരി 8, വെള്ളിയാഴ്ച. പ്രഭാതത്തെ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനായി കപ്പേളയിലേക്ക് പോകുമ്പോൾ വരാന്തയിൽ ഒരു വലിയ ജൂനിപ്പർ വൃക്ഷവും അതിൽ ഭീമാകാരനായ ഒരു പൂച്ചയും ഇരുന്ന് അരിശത്തോടെ എന്നെ നോക്കുന്നത് ഞാൻ കണ്ടു. ഈശോയുടെ തിരുനാമം ഒരു പ്രാവശ്യം ഉച്ചരിച്ചപ്പോൾ തന്നെ അവയെല്ലാം മാഞ്ഞുപോയി. ഇന്ന് മരിക്കുന്ന പാപികൾക്കായി ഇന്നത്തെ ദിവസം ഞാൻ സമർപ്പിച്ചു. വിശുദ്ധ കുർബാനയുടെ സമയത്ത് ദൈവീക സാന്നിധ്യം വളരെ പ്രത്യേകമാം വിധം എനിക്ക് അനുഭവപ്പെട്ടു. വിശുദ്ധ കുർബാന സ്വീകരണാനന്തരം വലിയ ശരണത്തോടെ എൻ്റെ ദൃഷ്ടികൾ ഈശോയിലേക്ക് തിരിച്ച് ഞാൻ പറഞ്ഞു, ഈശോയെ, അങ്ങയോട് ഒരു കാര്യം പറയുവാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. സ്നേഹപൂർവ്വം എന്നെ കടാക്ഷിച്ചുകൊണ്ട് കർത്താവ് ചോദിച്ചു, നീ എന്താണ് എന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്? ഈശോയെ, അവിടുത്തെ കരുണയുടെ അളവറ്റ ശക്തിയാൽ ഇന്ന് മരിക്കുന്ന എല്ലാ പാപികളെയും അവർ എത്ര കഠിന പാപികളാണെങ്കിൽ കൂടിയും നരകാഗ്നിയിൽ നിപതിക്കാതെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ യാചിക്കുന്നു. കുരിശിൽ അങ്ങ് അനുഭവിച്ച അതിദാരുണമായ സഹനങ്ങളെ അനുസ്മരിക്കുന്ന വെള്ളിയാഴ്ചയാണിന്ന്. അങ്ങയുടെ കരുണ സങ്കല്പാതീതമായതിനാൽ മാലാഖമാർ അതിൽ അത്ഭുതപ്പെടുകയില്ല. എന്നെ മാറോടണച്ച് ആശ്ലേഷിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മകളെ, എൻ്റെ കരുണയുടെ ആഴം നീ ഗ്രഹിക്കുന്നു. നീ ആവശ്യപ്പെടുന്നത് ഞാൻ ചെയ്യും. എന്നാൽ പീഡ അനുഭവിക്കുന്ന എൻ്റെ ഹൃദയത്തോട് നിന്നെ ഐക്യപ്പെടുത്തി എൻ്റെ നീതിക്ക് അനുസരണമായ പരിഹാരം ചെയ്യുക. നീ എന്നോട് ചോദിച്ചത് വളരെ വലിയൊരു കാര്യമാണ്. എന്നാൽ എന്നോടുള്ള നിർമ്മല സ്നേഹത്താലാണ് നീ ഇത് ചോദിച്ചതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിൻ്റെ അപേക്ഷ ഞാൻ സാധിച്ചു തരുന്നത്. മേരി, അമലോത്ഭവ കന്യകേ, അമ്മയുടെ പ്രത്യേക സംരക്ഷണം എനിക്ക് നൽകണമേ. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും പരിശുദ്ധിയിൽ എന്നെ കാത്തുകൊള്ളണമേ. അമ്മയാണ് എൻ്റെ ജീവിതത്തിൻ്റെ മാതൃകയും വഴികാട്ടിയും. ഞങ്ങളുടെ സഹോദരിമാർ ഇന്ന് എന്നെ സന്ദർശിച്ചപ്പോൾ വളരെ വലിയൊരു സഹനം എനിക്കുണ്ടായി. എന്തോ ഒന്ന് എന്നെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നതായി ഞാൻ മനസ്സിലാക്കി. എന്നാൽ അവർ ഒന്നും മനസ്സിലാക്കാത്ത വിധം ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചു. കുറച്ചു സമയത്തേക്ക് വേദന എൻ്റെ ഹൃദയത്തെ പിച്ച് ചീന്തി. എല്ലാം നിസ്സഹായരായ പാപികൾക്ക് വേണ്ടി. ഓ ഈശോയെ, പാപികൾക്ക് വേണ്ടി. ഈശോയെ, എൻ്റെ ശക്തിയെ, എന്നോട് ചേർന്നിരിക്കണമേ, എന്നെ സഹായിക്കണമേ. ജനുവരി 10, 1937. വിശുദ്ധ കുർബാന സ്വീകരണത്തിന് അണയുവാൻ വേണ്ടി എനിക്ക് അല്പം ശാരീരിക ബലം നൽകണമേ എന്ന് ഞാൻ
ഇന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ ഗുരുവേ, അവിടുത്തെ തിരുമനസ്സിന് യോജിച്ചതാണെങ്കിൽ എനിക്കിത് നൽകണമേ എന്ന് എൻ്റെ മുഴു ഹൃദയത്തോടെ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രിയും പകലും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഏതു സഹനവും ബലഹീനതയും ഞാൻ സഹിച്ചുകൊള്ളാം. എന്നാൽ ദയവായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആ ഒരു നിമിഷത്തേക്ക് എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് താഴ്മയോടെ യാചിക്കുന്നു. ഈശോയെ, ഇവിടെ രോഗികൾക്ക് വിശുദ്ധ കുർബാന കൊണ്ടുവന്ന് തരികയില്ലെന്ന് അങ്ങേക്കറിയാമല്ലോ. ചാപ്പലിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ഒരു നിമിഷത്തേക്ക് നീ എന്നെ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ രഹസ്യത്തെ ഉൾക്കൊള്ളും? ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേക്കായി എത്രമാത്രം ദാഹിക്കുന്നുവെന്ന് അങ്ങ് കാണുന്നുവല്ലോ. എൻ്റെ മാതൃവാനായ ആത്മീയ മണവാള, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? എത്ര ഉത്കടമായി ഞാൻ അങ്ങേ അഭിലഷിക്കുന്നുവെന്ന് അങ്ങേക്കറിയാം. അങ്ങ് മനസ്സിലാകുകയാണെങ്കിൽ എനിക്ക് വേണ്ടി ഇത് ചെയ്യുവാൻ അങ്ങേക്ക് കഴിയും. അങ്ങ് മനസ്സാകുകയാണെങ്കിൽ എനിക്ക് വേണ്ടി ഇത് ചെയ്യുവാൻ അങ്ങേക്ക് കഴിയും. അടുത്ത ദിവസം പ്രഭാതത്തിൽ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. തലകറക്കവും ക്ഷീണവും ഒട്ടും അനുഭവപ്പെട്ടില്ല. എന്നാൽ ചാപ്പലിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ എനിക്കായി കാത്തിരുന്നത് പോലെ എല്ലാ വേദനകളും ക്ഷീണവും പെട്ടെന്ന് എന്നെ ഗ്രസിച്ചു. ജീവൻ്റെ അപ്പത്താൽ ഞാൻ പരിപോഷിക്കപ്പെട്ടിരുന്നത് കൊണ്ട് ഒരു ഭയവും എനിക്ക് തോന്നിയില്ല. ധീരതയോടെ ഞാൻ എല്ലാം നേരിട്ടു. മരണത്തെപ്പോലും ഭയലേശമെന്നെ അഭിമുഖീകരിക്കുവാൻ ഞാൻ പ്രാപ്തയായി. എൻ്റെ പ്രിയ ഗുരുവും വിശ്വസ്ത സ്നേഹിതനുമായ തിരുവോസ്തിയിൽ മറിഞ്ഞിരിക്കുന്ന ഈശോയെ, എപ്പോഴും കൂടെയുള്ള ഒരു സ്നേഹിതനുള്ളതിനാൽ എൻ്റെ ആത്മാവ് അത്യധികം ആനന്ദിക്കുന്നു. ഒറ്റയ്ക്കാണെങ്കിലും അല്പം പോലും ഏകാന്തത എനിക്ക് അനുഭവപ്പെടുന്നില്ല. തിരുവോസ്തിയായ ഈശോയെ, നമ്മൾ പരസ്പരം അടുത്തറിയുന്നു. എനിക്കത് മാത്രം മതി. ജനുവരി 12, 1937. ഇന്ന് ഡോക്ടർ രോഗികളെ സന്ദർശിക്കുന്ന സമയത്ത് എന്നെയും വന്നു കണ്ടു. എൻ്റെ ശാരീരികാവസ്ഥ അദ്ദേഹത്തിന് തൃപ്തികരമായി തോന്നിയില്ല. ഞാൻ വളരെയധികം സഹിച്ചിരുന്നത് കൊണ്ട് സ്വാഭാവികമായും എൻ്റെ ശരീരോഷ്മാവ് വളരെ ഉയർന്നിരുന്നു. അതുകൊണ്ട് ശരീരോഷ്മാവ് സാധാരണ സ്ഥിതിയിലാകുന്നതുവരെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ പോകരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വളരെ ഹൃദയവേദനയോടെ ഞാൻ പറഞ്ഞു, ശരി, പനിയില്ലെങ്കിൽ മാത്രമേ ചാപ്പലിൽ പോവുകയുള്ളൂ എന്ന് ഞാൻ സമ്മതിച്ചു. അദ്ദേഹം അതിനോട് യോജിച്ചു. ഡോക്ടർ പോയപ്പോൾ കർത്താവിനോട് ഞാൻ പറഞ്ഞു, ഈശോയെ, പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യുക എന്നത് ഇപ്പോൾ നിന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇനി ഞാനിതേക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. എങ്കിലും ഈ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. ഈശോയെ കൂടാതെ ഞാൻ ജീവിക്കുക ഇല്ല, അത് സാധ്യമല്ല. ഒരു ദിവസത്തേക്കല്ല, എൻ്റെ ശരീരോഷ്മാവ് സാധാരണ നിലയിലെത്തുന്നത് വരെ പല ദിവസത്തേക്ക് സായാഹ്നത്തിൽ ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ ദിവ്യകാരുണ്യ സ്വീകരണങ്ങൾ അങ്ങേക്ക് പ്രീതികരമായിരുന്നെങ്കിൽ നാളെ പ്രഭാതത്തിൽ എനിക്കൊരു ഡിഗ്രി പനി പോലും ഉണ്ടായിരിക്കരുതെന്ന് ഏറ്റവും താഴ്മയായി ഞാൻ അങ്ങയോട് യാചിക്കുന്നു. പ്രഭാതത്തിൽ പനി നോക്കിയപ്പോൾ ഞാൻ സ്വയം പറഞ്ഞു, ഒരു ഡിഗ്രി പനിയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എഴുന്നേൽക്കുകയില്ല. കാരണം അത് അനുസരണത്തിന് വിരുദ്ധമായിരിക്കും. തെർമോമീറ്റർ നോക്കിയപ്പോൾ ഒരു ഡിഗ്രി പനി പോലുമില്ല. അപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റ് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരണത്തിനായി പോയി. ഡോക്ടർ വന്നപ്പോൾ എനിക്കൊരു ഡിഗ്രി പനി പോലും ഇല്ലായിരുന്നുവെന്നും അതിനാൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ പോയെന്നും ഞാൻ പറഞ്ഞു. അദ്ദേഹം അത്ഭുതപ്പെട്ടു. വിശുദ്ധ കുർബാന സ്വീകരണത്തിനൊരു തടസ്സവും വരുത്തരുതെന്നും അങ്ങനെ അല്ലെങ്കിൽ ചികിത്സാവിധികൾ ഫലരഹിതമായി തീരുമെന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ഉത്തരം നൽകി, മനസ്സമാധാനത്തിനും അതേസമയം സഹോദരിക്കൊരു ബുദ്ധിമുട്ടും വരാതെ ഇരിക്കുന്നതിനും ഇങ്ങനെയൊരു ധാരണയിലെത്താം. കാലാവസ്ഥ സുന്ദരമായിരിക്കുകയും മഴ പെയ്യാതിരിക്കുകയും സഹോദരിക്ക് നല്ല സുഖം തോന്നുകയും ചെയ്താൽ മാത്രം പോവുക. എന്നാൽ ഈ കാര്യങ്ങളിൽ മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുക. എൻ്റെ കാര്യത്തിൽ ഡോക്ടർ ഇത്രയും ശ്രദ്ധ പതിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷം തോന്നി. ഈശോയെ, അങ്ങ് കണ്ടാലും എൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു. ഇനി എൻ്റെ ആശ്രയം അങ്ങ് മാത്രമാണ്. അതിനാൽ ഞാൻ പരിപൂർണ സമാധാനത്തിലാണ്. ഫാദർ ആൻഡ്രാഷ് ദിവ്യബലി അർപ്പിക്കുന്നത് ഞാൻ കണ്ടു. വിശുദ്ധ കുർബാന ഉയർത്തുന്നതിന് മുമ്പ് ഉണ്ണീശോ എൻ്റെ കുഞ്ഞിളം കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് വളരെ സന്തോഷവാനായി എനിക്ക് കാണപ്പെട്ടു. അല്പസമയത്തിന് ശേഷം യാതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ എൻ്റെ മുറിയിലിരുന്ന് നന്ദി അർപ്പിച്ചു. പിന്നീട് ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഉണ്ണിമിശിഹ ഇത്രയും സന്തോഷവാനായിരിക്കുന്നത്? എനിക്ക് കാണപ്പെടുമ്പോൾ എപ്പോഴും ഇത്രയും സന്തോഷവാനല്ലല്ലോ. അപ്പോൾ ഈ ശബ്ദം എൻ്റെ ഉള്ളിൽ കേൾക്കപ്പെട്ടു, എന്തെന്നാൽ അവൻ്റെ ഹൃദയം എൻ്റെ സ്വന്തം വാസഗേഹമാണ്. എനിക്കതിൽ അല്പം പോലും അത്ഭുതം തോന്നിയില്ല. അദ്ദേഹം ഈശോയെ വളരെ ആഴമായി സ്നേഹിച്ചിരുന്നു. മരണാസന്നരുമായി ഞാൻ എപ്പോഴും വളരെ അടുത്ത് ഐക്യപ്പെട്ടിരുന്നു. ദൈവത്തിൻ്റെ അപരിമേയമായ കരുണ എത്രയോ മഹോന്നതമാണ്. അയോഗ്യയായ എൻ്റെ പ്രാർത്ഥനയാൽ മരണാസന്നരെ സഹായിക്കാൻ അവിടുന്ന് അനുവദിക്കുന്നു. എനിക്ക് സാധിക്കുമ്പോഴെല്ലാം മരണാസന്നരുടെ അടുത്തായിരിക്കുവാൻ ഞാൻ പരിശ്രമിച്ചിരുന്നു. ദൈവത്തിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുക,
അവിടുന്ന് നല്ലവനും അഗ്രാഹ്യനുമാണ്. അവിടുത്തെ കരുണ നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്. ജനുവരി 14, 1937. സ്വർണ്ണ അരക്കെട്ടോട് കൂടിയ ധവള വസ്ത്രമണിഞ്ഞ് ഈശോ ഇന്നെൻ്റെ മുറിയിൽ വന്നു. അവിടുത്തെ രൂപം ഉന്നത പ്രതാപത്തെ പ്രതിഫലിപ്പിച്ചിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, എൻ്റെ മകളെ, നീ എന്തുകൊണ്ടാണ് ഭയാശങ്കകൾക്ക് അടിമയാകുന്നത്? ഓ നാഥ, എന്തുകൊണ്ടാണെന്ന് അങ്ങേക്കറിയാമല്ലോ. ഞാൻ ഉത്തരം നൽകി. അവിടുന്ന് വീണ്ടും ചോദിച്ചു, എന്തുകൊണ്ട്? അങ്ങ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നു. അത് പൂർത്തിയാക്കുവാൻ എനിക്ക് കഴിവില്ല. എന്നെ അങ്ങേക്കറിയാമല്ലോ. അവിടുന്ന് ചോദിച്ചു, എന്തുകൊണ്ട്? എനിക്ക് വേണ്ടത്ര ആരോഗ്യമില്ല എന്നങ്ങ് കാണുന്നുവല്ലോ. എനിക്ക് വിദ്യാഭ്യാസവുമില്ല, സമ്പാദ്യവുമില്ല. ഞാൻ വളരെ നിർകൃഷ്ടയാണ്. മറ്റുള്ളവരോട് ബന്ധപ്പെടാൻ എനിക്ക് ഭയമാണ്. ഈശോയെ, ഞാൻ അങ്ങേ മാത്രമേ അഭിലഷിക്കുന്നുള്ളൂ. ഇതിൽ നിന്ന് എന്നെ വിമുക്തയാക്കാൻ അങ്ങേക്ക് കഴിയും. കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, നീ പറഞ്ഞതെല്ലാം സത്യമാണ്. നീ വളരെ നിർകൃഷ്ടയാണ്. ഒന്നുമല്ലാത്ത വെറും നിർകൃഷ്ട മാത്രമായ നിന്നിലൂടെ പ്രത്യേകമായും എൻ്റെ കരുണയെ വെളിപ്പെടുത്താനുള്ള പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിൽ ഞാൻ വളരെ സംപ്രീതനാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ഒരിക്കലും തനിച്ചുപേക്ഷിക്കുകയില്ല. ഇക്കാര്യത്തിൽ നിനക്ക് ചെയ്യുവാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുക. അതിൽ കുറവ് വരുന്നതെല്ലാം ഞാൻ പൂർണ്ണമാക്കിക്കൊള്ളാം. നിന്റെ ശക്തിയിൽ നിനക്ക് എന്തു ചെയ്യുവാൻ കഴിയുമെന്ന് നിനക്കറിയാം. അത് ചെയ്യുക. ഈശോ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് വളരെയധികം കാരുണ്യത്തോടെ നോക്കി. ആ സ്നേഹകടാക്ഷത്തിൻ്റെ ആനന്ദത്തിൽ ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നി. കർത്താവ് അപ്രത്യക്ഷനായി. ആ സന്തോഷവും ശക്തിയും പ്രവർത്തിക്കുവാനുള്ള ആഗ്രഹവും ആത്മാവിൽ നിറഞ്ഞു നിന്നു. എന്നാൽ ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. അവിടുന്ന് എന്നെ വിമുക്തയാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞതിൽ നിന്ന് ഒന്നും മാറ്റി പറയുന്നില്ല. ഈ ആനന്ദമെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ദുഃഖത്തിൻ്റെ ഒരു നിഴൽ എപ്പോഴും ഉണ്ടായിരുന്നു. സ്നേഹവും സഹനവും കൈകോർത്ത് നീങ്ങുന്നതായി ഞാൻ കാണുന്നു. ഇങ്ങനെയുള്ള ദർശനങ്ങൾ വളരെ വിരളമായിട്ടേ എനിക്ക് ലഭിച്ചിട്ടുള്ളൂ. എന്നാൽ ഞാൻ മിക്കപ്പോഴും ഈശോയുമായി കൂടുതൽ അവഗാഢമായ രീതിയിൽ ബന്ധപ്പെടാറുണ്ട്. എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം മയങ്ങും. ബാഹ്യനേത്രങ്ങൾ കൊണ്ട് കാണുന്നതിലും കൂടുതലായി കാര്യങ്ങൾ വ്യക്തമായും വാസ്തവമായും ആ സമയം ഞാൻ കാണുന്നു. ദൈവിക തത്വത്തെക്കുറിച്ചും വെളിപ്പെടുത്തി കിട്ടുന്ന ദൈവിക സത്യങ്ങളെക്കുറിച്ചും വർഷങ്ങൾ നീണ്ട പരിചിന്തനത്തിനും ധ്യാനത്തിലും കൂടി ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിവ് ഒരു നിമിഷം കൊണ്ട് ബുദ്ധിയിൽ പ്രകാശിതമാകുന്നു. എൻ്റെ ബലഹീനതകളെക്കുറിച്ചുള്ള അറിവും ഇപ്രകാരം തന്നെ ലഭിക്കുന്നു.